ജീവയുടെ ഏറ്റവും പുതിയ മൂവിയാണ് തലവർ തമ്പി തലമേൽ. ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന നിതീഷാണ്, നമ്മുടെ ഫാലിമിയുടെ ഒക്കെ ഡയറക്ടർ. ആൻഡ് ഈ ഒരു സിനിമ കാണാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇതിന്റെ ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വൈബ് ഉണ്ടായിരുന്നു കാണാനായിട്ട്. പഴയ ഒരു ജീവയുടെ ഒരു വൈബ് പല ഏരിയാസിൽ എനിക്ക് ഫീൽ ചെയ്തു. ആ ശിവ മനസ്സു ശക്തി അല്ലെങ്കിൽ സന്താനമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ആ ഒരു കാലഘട്ടത്തിലുള്ള ജീവനെ ഞാൻ ഈ ട്രെയിലറിൽ പല ഏരിയാസിലും കണ്ടായിരുന്നു. സോ ആ ഒരു ഒറ്റ റീസൺ കൊണ്ടാണ് ഞാൻ സിനിമ കാണുന്നത്. ആൻഡ് ഈ ഒരു സിനിമ കണ്ടു നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും വർക്കായില്ല. ഇത് എന്റെ മാത്രം ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്ക് സിനിമ തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, ഈ ഒരു സിനിമ കണ്ടു നോക്കിയപ്പോൾ ഒരുപാട് മലയാള സിനിമകളുടെ ഒരു കോമ്പിനേഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. ജാനേമൻ, വ്യസന സമേതം, ബന്ധുമിത്രാദികൾ, വെള്ളിമുഖ, ഇങ്ങനത്തെ ഒരുപാട് മൂവീസിന്റെ ഒരു കോൺസെപ്റ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു സിംഗിൾ മൂവിയിൽ കാണിച്ച എങ്ങനെ ഇരിക്കും അതുപോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഈ മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു രാത്രി നടക്കുന്ന ഇവന്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. അതായത് അറ്റ് എ ടൈം ഒരു വീട്ടിൽ കല്യാണവും മറ്റു വീട്ടിലും ഒരു മരണവും, ഈ രണ്ട് വീടും അടുത്തടുത്തായിരിക്കുന്നത്. നമ്മളെ ജാനേമൻ പോലെ ബർത്ത്ഡേ പാർട്ടി, ഓപ്പോസിറ്റ് മരണം, ഇതുപോലെ അടുത്തടുത്ത വീട്. സോ അവിടെ നടക്കുന്ന കുറച്ച് ഇവന്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. അതായത് രണ്ട് കാര്യങ്ങളും ഒരേ ടൈമിൽ നടക്കുന്നത്, കല്യാണവും മരണവും. ആ ഒരു കല്യാണത്തിന്റെ സമയവും മരണത്തിന്റെ അടക്കത്തിന്റെ സമയം എല്ലാം ഒന്നാണ്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് സിനിമയുടെ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ആ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ ആ ഒരു മൂവിയുടെ പ്രസന്റേഷനും സ്ക്രീൻ പ്ലേ ഭയങ്കര വീക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒട്ടും എൻഗേജിങ് അല്ലായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു മൂവിയിൽ സംസാരിച്ചു വന്ന ഇവന്റ്സിനൊന്നും ഒരു ഇമോഷണലി ഒരു കണക്ഷൻ ഫീൽ ചെയ്തില്ല. കുറെ ക്യാരക്ടേഴ്സ് വരുന്നു, കുറെ സിറ്റുവേഷൻസ് വരുന്നു, കുറെ ഇവന്റ്സ് വരുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സിനിമ എനിക്ക് ഒട്ടും വർക്കാവാത്തത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഇമോഷണലോ അല്ലെങ്കിൽ ഒരു ഡെപ്തോ ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഫീൽ എവിടെയും സിനിമ തരുന്നില്ല. ഈ ഒരു സിനിമയിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കുഴപ്പമില്ല കൊള്ളാന്ന് തോന്നിയത് ജീവയുടെ ഒരു പെർഫോമൻസ് ആണ്. കാരണം ജീവയുടെ ഒരു പ്രൈം ടൈം എന്ന് പറയുന്നത് ഇപ്പൊ റീസെന്റ് വരുന്ന ജീവയുടെ മൂവീസ് അല്ല. പുള്ളിക്കാരന്റെ പണ്ടത്തെ ഒരുപാട് മൂവീസ് ഉണ്ട്, ഭയങ്കര വൈബായിട്ട് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരുപാട് മൂവീസ് ഉണ്ട്. സന്താനത്തിനുള്ള കോമ്പിനേഷൻ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള കുറെ കിടില മൂവീസ് ഉണ്ട്. സോ ആ ഒരു മൂവീസിന്റെ ഒക്കെ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു മൂവീസിലൊക്കെ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു വൈബ് എനിക്ക് ഈ സിനിമയിൽ ആ ഒരു ക്യാരക്ടറിൽ തോന്നി. ജീവയുടെ പെർഫോമൻസ് നൈസ് ആയിരുന്നു. പുള്ളിക്കാരന്റെ ക്യാരക്ടർ പുള്ളിക്കാരൻ നല്ല രീതിക്ക് തന്നെ നൈസായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. മൂപ്പര് നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം ഒഴിച്ചു ചേർത്തതിന് സിനിമയിൽ വേറെ ഒന്നും എനിക്ക് എവിടെ ഇഷ്ടപ്പെട്ടില്ല. സീരീസിൽ എടുത്തു പറയാം, ഒരു കോമഡി മൂവിയാണ് എന്നും പറഞ്ഞ് ഹ്യൂമർ ഒന്നും സിനിമയിൽ അധികം ഒന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഒന്നും വർക്കായിട്ടില്ല. ഞാൻ ഒരു ഏരിയയിൽ പോലും അത്ര നല്ല രീതിക്ക് ചിരിച്ചതായിട്ടോ ഒക്കെ ജസ്റ്റ് ഒരു കുഴപ്പമില്ല ഒരു ചെറിയ സീക്വൻസ് ഉണ്ടെങ്കിലും വലുതായിട്ട് ഒരു ഹ്യൂമർ എവിടെയും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് വേറൊരു കാര്യം, റീസെന്റ് പല മൂവീസിലും കണ്ടുവരുന്ന ഒരു ഫോർമുല ഉണ്ട്. അതേ ഫോർമുല ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത് കണ്ട് നല്ല വെറുപ്പ് തോന്നുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഒരു പോയിന്റ് കഴിയുമ്പോൾ സിനിമയുടെ സ്റ്റോറി എങ്ങനെ എൻഡ് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ഒരു സീനിൽ വരും. പിന്നെ അവിടെ ഒരു കെയോസ് ആണ്, അടി ഇടി വെള്ളപ്പൊക്കം എല്ലാ പരിപാടിയും കാണും. ലാസ്റ്റ് ഒരു പ്രീ ക്ലൈമാക്സ് പോർഷൻ ആകുമ്പോൾ സിനിമയിൽ സ്റ്റാർട്ടിംഗ് ഫ്രെയിം തൊട്ട് ലാസ്റ്റ് ഫ്രെയിം വരെ വന്നിട്ടുള്ള എല്ലാവരും ഒരു ഏരിയയിൽ വന്ന് പിന്നെ പരസ്പരം മറ്റേ അടി ഇടിയൊക്കെയാണ്, നമ്മളെ വെട്ടം പോലെയൊക്കെ. അത് ആദ്യം ഒരു 2-3 സിനിമയിലൊക്കെ കണ്ടപ്പോൾ കൊള്ളാം കേട്ടോ. പിന്നീട് അതേ കാര്യം പല മൂവീസിലും ഇങ്ങനെ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ റീസെന്റ് കണ്ട ഒരു തമിഴ് മൂവിയിലുണ്ട്, മലയാള മൂവിയിലുണ്ട്, പിന്നെ വേറെ ഏതോ തെലുങ്ക് മൂവി, അങ്ങനെയൊക്കെ കുറെ മൂവീസിൽ കണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ IFFK പോലും ഞാൻ ഏതോ സിനിമയിൽ ഇത് കണ്ടായിരുന്നു. എനിക്ക് എന്തോ അത് ഭയങ്കര വർക്കാവുന്നില്ല. ആദ്യമൊക്കെ കണ്ടപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നീട് അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ പോലെ. സോ ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും വർക്കാവാത്തൊരു മൂവി. എനിക്ക് വർക്കായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വർക്കാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളപ്പോൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളെ എക്സ്പീരിയൻസ് എന്നാ പറയുക. കാരണം ഇതുപോലത്തെ ഒരുപാട് മൂവീസ് ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഈ ഒരു മൂവി വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ആകെ ജീവയുടെ പെർഫോമൻസ്, ആ ഒരു ക്യാരക്ടറിന്റെ ഒരു വൈബ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറോൾ മൂവി നോക്കുവാണെങ്കിൽ എനിക്ക് ഒട്ടും വർക്കായില്ല. ഇങ്ങനെ ജസ്റ്റ് കണ്ടുകൊണ്ടിരുന്നതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരു ഫീലോ അല്ലെങ്കിൽ ഒരു എൻഗേജിംഗ് ഫാക്ടറോ ഒരു നല്ല എലമെന്റ്സ് ഒന്നും എനിക്ക് സിനിമയിൽ എവിടെയും കിട്ടിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ സിനിമ എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല, അത്രേ ഉള്ളൂ. സോ എന്നാൽ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.